ഊട്ടിയിലെ മനോഹരമായ പൂക്കൾ. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഡേ 3 ഇൻ ഊട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ 7 മണിയായപ്പോഴത്തേക്ക് എണീറ്റു. ജസ്റ്റ് പുറത്തോട്ടൊന്ന് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുത്തൻ ഊട്ടിയിലെ ഓർമ്മയെന്നും പറഞ്ഞു ഇവിടുത്തെ പൂക്കളൊക്കെ പറിച്ച് വണ്ടിക്കകത്ത് വെച്ചേക്കുക. രാവിലെ ടീ ഫാക്ടറി കാണാൻ പോവാം. ആദ്യം ഊട്ടിയിലേക്കിലോട്ട് പോവാം. ടീ ഫാക്ടറി പോയിട്ട് നമുക്ക് ദൊഡ്ഡബേട്ട വേണം. ഈ പ്രോപ്പർട്ടിയുടെ ഒരു മേന്മയാണ്. നമ്മൾ ഇവിടെ നിന്നുകൊണ്ടാണ് നമുക്ക് ഇത്ര നല്ലൊരു ആംബിയൻസ് കിട്ടിയത്. ഒരുത്തൻ ഇപ്പോഴും കിടന്ന് ഉറക്കമാണ്. ഇനി അവനെ ചവിട്ടി എണീപ്പിക്കണം. അതെ, ഒന്നും പാക്ക് ചെയ്തിട്ടില്ല, എല്ലാം പാക്ക് ചെയ്യണം. പിന്നെ നമ്മൾ ഉടനെ ചെക്കൗട്ട് ചെയ്യാൻ പോവാം. കുറച്ചുകൂടെ ടൈം ചെക്കൗട്ട് ചെയ്തിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. റെഡിയായിട്ട് കാണാം. A few moments later. സോ ഗൈസ്, പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങാൻ പോവാണ്. സമയം ഇപ്പോൾ 8:25. ഇനി ചെയിനിൽ ലൂബ് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് സാധനങ്ങളെല്ലാം വണ്ടിയിലോട്ട് എടുത്ത് പാക്ക് ചെയ്യണം. എന്നിട്ട് പുറത്തോട്ട് പോകണം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ആയിരിക്കണം. അടിച്ചോ. അപ്പോൾ വണ്ടി 3 ചെയിൻ ലൂബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് എയറും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം 3 വണ്ടിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ പോകാൻ വേണ്ടി റെഡിയായി. ഇപ്പോൾ സമയം 8:45. ഞങ്ങൾ പയ്യെ പുറത്തോട്ട് പോകാണ് കേട്ടോ. സിനിമ ഷൂട്ടിങ്ങാണ് അവിടെ. ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ് കേട്ടോ അവിടെ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. അതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇന്നലെയും മിനിങ്ങാന്ന് കണ്ട പോലെ ഒന്നുമല്ല. അതിനെക്കാട്ടിൽ കൂടുതൽ ബ്ലോക്കാണിപ്പോൾ. ഇവിടുന്ന് 2 കിലോമീറ്റർ എന്തോ ഉള്ളൂ ഊട്ടി ലേക്കിലോട്ട്. അപ്പോൾ ആദ്യം അവിടെ പോയി കണ്ടിട്ട് നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലോട്ട് പോകാം. ഇന്നലെയൊക്കെ വണ്ടി ഓടുന്ന സമയത്ത് ചെയിനിൽ നിന്ന് നല്ല സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുമാതിരി റഫ് സൗണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞു. ചെയിൻ ലൂബ് ചെയ്തപ്പം വണ്ടി കുറച്ചുകൂടെ ഒന്ന് ലൂസായി. നമ്മൾ ഓരോ 400 കിലോമീറ്റർ 500 കിലോമീറ്റർ കൂടുമ്പം ചെയിൻ ലൂബ് ചെയ്യണം, അല്ലെങ്കിൽ വണ്ടിയുടെ പെർഫോമൻസിനൊക്കെ അത് ബാധിക്കും കേട്ടോ. ഞങ്ങൾ ഇന്നലെ രാത്രി ലൂബ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ മറന്നുപോയി. അതാകുമ്പോൾ കുറച്ച് സെറ്റായിട്ടിരുന്നേനെ. ഇതിപ്പോൾ അടിച്ച ഉടനെ എടുത്ത് ഓടിക്കുമ്പോൾ മുഴുവൻ റിമിലോട്ട് തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ലൈവ് അല്ലടാ, യൂട്യൂബ് ചാനൽ. യൂട്യൂബ് ചാനൽ പേര് സോൾ വാണ്ടറർ. ഓക്കെ, ബൈ. സോ ഗൈസ്, ഇതാണ് കേട്ടോ ബോട്ട് ഹൗസ്. അവന്മാർ ഇങ്ങോട്ട് കയറി എവിടെ നിൽക്കുന്നതെന്തോ. 2 വീലറിന് 20 രൂപയാണ് കേട്ടോ. ക്യാഷ് ജി പേ എടുക്കാണോ? ജി പേ വർക്കാവത്തില്ല, നമുക്ക് പൈസ കൊടുക്കാം. എനിക്കൊരു ചായ പറ. പറഞ്ഞു അതാണ് കേട്ടോ ഊട്ടി ബോട്ട് ഹൗസ്. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. എൻട്രൻസ് ഫീസ് 25 രൂപ. ബോട്ടിങ്ങിന് 450 രൂപ. ഇവിടെ നമ്മളിപ്പോൾ പാർക്കിങ്ങിന് 20 രൂപ കൊടുത്തു. അതുപോലെ എൻട്രൻസിന് 25 രൂപ കൊടുത്തു. ഇനിയിപ്പോൾ ബോട്ടിങ്ങിന് ഇനി എത്രയാണെന്ന് നോക്കണം. ഇപ്പോൾ പെഡൽ ബോട്ടിന് 475 രൂപ കേട്ടോ. ഞങ്ങൾക്ക് 3 പേർ കൂടെ. എന്നാ സോ ഞങ്ങളിതാ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായി കേട്ടോ. ഞങ്ങൾ 3 പേരും. അപ്പോൾ ഈ കാണുന്ന പെഡൽ ബോട്ടിലാണ് ഞങ്ങൾ കയറുന്നത്. അരമണിക്കൂറുള്ളൂ കേട്ടോ. 30 മിനിറ്റ് അല്ലേ. 475 രൂപ. അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങോട്ട് ഡൈവ് ചെയ്യണം വെള്ളത്തിലോട്ട്. നമുക്ക് ആ പച്ചയാണ് പറഞ്ഞാ കൂട്ടത്തിൽ ഏറ്റവും കൂറ സാധനമാണ് നമുക്ക് കിട്ടാൻ പോണത്. അങ്ങനെ നമ്മുടെ വണ്ടി എത്തിയിരിക്കുകയാണ്. ഇതിനിപ്പോൾ ഏതാണെന്നേ ഉള്ളൂ. എന്താ പാടാ
ആ 3 ആൾ അങ്ങനെയാ തെള്ളി വിട്ടിട്ട് നിങ്ങൾ ചവിട്ടോ. വീഡിയോ എടുക്കുന്നതിന് സ്റ്റിയറിംഗ് നന്ദി ചവിട്ടിക്കോ. ആദ്യം ചവിട്ട്. എത്ര BSP? അനാക്കോണ്ടയുടെ വീട്ടിലോട്ട് പോവാം. അതുവഴിയാണെന്ന് തോന്നുന്നല്ലേ ട്രെയിൻ വരുന്നത്, ആ ആനയുടെ വാ വഴി. നമ്മൾ കയറേണ്ട ട്രെയിൻ എന്താ പോകുന്നു ഗായ്സ്. ചവിട്ട്. ഒരു കേക്ക് ഒരു ചായ വാങ്ങിച്ചു തന്നല്ലേ നീ തന്നെ. അവര് കണ്ടോ ഒരുമിച്ച് പോണേ. രണ്ട് പെടൽ പോയിട്ട് ഒരുമിച്ച് ചവിട്ടും. കാണുന്ന ഊട്ടി ടൗൺ ആണോ? 2,000 years later. അയ്യോ എൻ്റെ ഇടപ്പുളവിയെ. ഓട്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആ കൊള്ളാം. ആ 60 രൂപയേ ഉള്ളൂ. ഊട്ടിയിലെ മെയിൻ ട്രെയിനിൽ കയറാൻ പറ്റാത്ത വിഷമം നിങ്ങൾ ഇവിടുത്തെ മിനി ട്രെയിനിൽ കയറി തീർക്കാൻ പോവാണ് കേട്ടോ. ആ ടിക്കറ്റ് ആണേ 3 ടിക്കറ്റ് 180. ഗൂഗിൾ പേ ഇരിക്കുക ക്യാഷോ നോക്കട്ടെ. എപ്പോൾ എടുക്കും സാറിന് ഇത്? ആണോ? ഓക്കെ ഓക്കെ. ഓ വാവ്. ഊട്ടി ട്രെയിനിൽ കയറാൻ പറ്റാത്ത വിഷമം ട്രെയിനിൽ കയറി തീർക്കാൻ. ഇത് മിനി ട്രെയിൻ. ട്രെയിൻ സ്റ്റാർട്ടായി കൊടുക്കൊക്കെ ഉണ്ട്. മിനി ട്രെയിൻ സ്റ്റേഷൻ. ഒരു 15 കാര്യമുള്ളൂ. 15 മിനിറ്റും ഇല്ല. ഇപ്പൊ ലോക്കോ റിവേഴ്സൽ അടിച്ച് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 200 മീറ്റർ വന്ന് കാണും. എന്നിട്ട് തിരിച്ചു പോകാം. കുഴപ്പമില്ല, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. അതെ, ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു. അതെ, കാട്ടിക്കൂടെയാ പോകുന്നത്. ഫുൾ ആളും ഇതൊക്കെയാണ്. ഇടയ്ക്ക് ട്രാക്കിന്റെ സൗണ്ട് ഒക്കെ കിട്ടുന്നുണ്ടല്ലേ. ഈ ട്രെയിനിൽ പാൻട്രി കാറുണ്ടോ? ഇത് നമ്മളെ റിവേഴ്സ് എടുക്കുക, മുമ്പോട്ട് പോവുക. അതെ, ആളെ കളിയാക്കുന്ന പോലെ കറക്കുന്നുണ്ട്. അവർക്ക് സമയം കാണും. ഇത്ര സമയം കൊള്ളാം. നല്ലൊരു എക്സ്പീരിയൻസ്. 60 രൂപയ്ക്ക് വർത്താട്ടോ. അതെ, കണ്ണു തുടച്ച് ലേക്കൊക്കെ കാണാം.
ട്രെയിൻ റൈഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തി കേട്ടോ. കൊള്ളായിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു. മൊത്തം 1 2 3 4 5 6 മൊത്തം 8 കമ്പാർട്ട്മെൻ്റ് ഉണ്ട് കേട്ടോ. ഗൈസ് ഇതായിരുന്നു കേട്ടോ നമ്മുടെ വണ്ടിയുടെ എൻജിൻ. ഡീസലാണെന്ന് തോന്നുന്നു. അതെ, ഇത് അങ്ങോട്ട് പോവും, തിരിച്ചു വരും, വീണ്ടും ഒന്ന് കൊണ്ടുപോകും, വീണ്ടും തിരിച്ചു വരും, അത്രേ ഉള്ളൂ. അപ്പോൾ അതായിരുന്നു ട്രെയിൻ റൈഡ്. ആ വാ പോം. ഇത് മറ്റേ ആ വെടിവെക്കുന്ന പരിപാടിയില്ലേ, ആ സംഭവമാണ് കേട്ടോ. ഇവിടെ പെയിൻറ്റ് ബോൾസാണ്, അത് തന്നെ. 8 ഷർട്ട് 100 രൂപ അല്ലേ? ചെയ്യണ ചെയ്. ഓ ഇതൊരു വെള്ള കുതിര നിൽക്കുന്നുണ്ടോ? ആ കുതിരയുടെ ഒക്കെ തൈസ്, അതിൻ്റെയൊക്കെ കാല് നോക്ക്. ആ അത്യാവശ്യം ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ ചില്ല് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഷോപ്പിങ്ങുള്ള സംഭവങ്ങളുണ്ട്, ഫുഡ് അടിക്കാൻ സ്ഥലങ്ങളുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ റൂമിൽ പോയി ചെക്കൗട്ട് ചെയ്യാം. അതിന് മുമ്പ് ഫുഡ് കഴിക്കണം. ഫുഡും കഴിച്ച് ചെക്കൗട്ടും ചെയ്ത് വീട്ടിൽ പോകാം. ഇപ്പോൾ നല്ലോണം ആൾ കൂടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്നപ്പം ഇത്രയും ആൾക്കാരില്ലായിരുന്നു. അവിടെ നിന്ന സമയത്ത് നല്ല ചൂടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഓടി തുടങ്ങിയപ്പം തണുത്ത കാറ്റ് വീശുന്നുണ്ട്. രാത്രി ആയാലാണ് നമുക്ക് നിൽക്കാൻ പറ്റാത്തത്ര തണുപ്പ്. പ്രത്യേകിച്ച് വണ്ടിയും കൂടെ ഓടിക്കുമ്പോഴേ നല്ല തണുപ്പായിരിക്കും. ഇതേ ഒരു കുതിര പോകുന്നു. ഇന്നത്തെ തുടക്കം എന്തായാലും മോശമായില്ല, കൊള്ളാം. നല്ല രസമുണ്ടായിരുന്നു. ആ ബോട്ടിങ് ആയിരുന്നാലും ആ ട്രെയിൻ ആയിരുന്നാലും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഊട്ടിയിൽ വന്നിട്ട് ഊട്ടി ട്രെയിനിൽ കയറാൻ പറ്റാത്ത വിഷമം ആ കുഞ്ഞു ട്രെയിനിൽ കയറി തീർത്തു കേട്ടോ. സോ ഗൈസ്, ഞങ്ങളിതാ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇവിടെ ഇറങ്ങുകയാണ് കേട്ടോ. 11 മണിയായി, കൃത്യം 11 മണിയായി. ബൈ. നല്ല റൂമായിരുന്നു കേട്ടോ, നല്ല സ്പേഷ്യസ് ആയിരുന്നു. എല്ലാ സാധനങ്ങളും വെക്കാനും പറ്റി, എല്ലാ സാധനങ്ങളും എടുത്തെന്ന് തോന്നുന്നു. ഇനിയൊന്നും ഇല്ലല്ലോ, നോക്കിയോ, ഒന്നുകൂടെ നോക്കിയോ. ഇവിടെ ഉള്ളവരൊക്കെ എല്ലാവരും ചെക്കൗട്ട് ചെയ്തു കേട്ടോ. ഈ റൂമിലുള്ളവരും ഇപ്പുറത്തുള്ളവരും എല്ലാവരും പോയി. ഇനി ഞങ്ങൾ കുറച്ച് പേരും കൂടെ ഉള്ളൂ. നമുക്കിനി ടാങ്ക് ബാഗ് എടുത്ത്, ഈ ബാഗ് ഞാൻ ഓൾറെഡി ഇതിനകത്തോട്ട് സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ടാങ്ക് ബാഗ് കൂടെ വെച്ചിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ എന്തെങ്കിലും സ്വീറ്റ്സോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകാം വീട്ടിലോട്ട്. സോ ഗൈസ്, നമ്മൾ 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് വാങ്ങിച്ചിരിക്കുകയാണ് കേട്ടോ, വിത്ത് ആൽമണ്ട്സ്. 100 ഗ്രാമിന് 420 രൂപയായി. അത്യാവശ്യം പ്രീമിയം ചോക്ലേറ്റാണ് വാങ്ങിച്ചത്. അതാകുമ്പോൾ ഒരു 25 ഡേയ്സ് നമുക്ക് ലൈഫ് കിട്ടും, മെൽറ്റ് ആവാതെ. ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് മാറ്റി നിർത്തിയാൽ മതി. ബ്രോ, താങ്ക്സ്. നാളെയല്ലേ നമ്മൾ വീട്ടിലോട്ട് എത്തുള്ളൂ, അപ്പം അതുവരെ ഇരിക്കണ്ടേ. അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാതിരുന്ന ഇത് ഏകദേശം 20 ദിവസത്തോളം ഷെൽ ലൈഫ് കിട്ടുമെന്നാണ് കേട്ടോ പറഞ്ഞത്. അർജുൻ ഞങ്ങൾ ഒരുമിച്ചാ. ബ്രോ എപ്പോഴാ എത്തിയേ? ഞാൻ ഇന്നലെ രാവിലെ എത്തിയതാ ഊട്ടിയിൽ. ഇന്നലെ രാവിലെ ഞാൻ മറ്റേ ഇതില്ലേ മുതുമല ടൈഗർ റിസർവ് വെളുപ്പിന് 5 മണിക്ക് തന്നെ കയറ്റി വിട്ടവര്. രാത്രി മൊത്തം അത് ഇറങ്ങിയിട്ട് ഞാൻ മസിനോട് കണ്ടോ? ഇഷ്ടം പോലെ ആണോ? കിണ്ണക്കോല പോയപ്പോ തന്നെ ഇന്നലെ 2 ഗ്രൂപ്പ് ഇതുണ്ടായി. ഏതാ കാട്ടുപോത്ത്, പിന്നെ ഒരു പ്രിഡേറ്റർ ആണോന്ന് അറിയില്ല, ഒരു സാധനം എൻ്റെ വഴിക്ക് ചാടി. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായുള്ളൂ. പിന്നെ ഇന്ന് അത്യാവശ്യം ആളില്ല. ഇന്നലെ ഫ്രൈഡേ ആയതുകൊണ്ട് ആരും ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഒരു 1.5 മണിക്കൂർ ഞാൻ ആ ഫോറസ്റ്റിൻ്റെ ഉള്ള ഒറ്റയ്ക്കായിരുന്നു. പെട്ടെന്ന് ഒരു സാധനം പാസ് ചെയ്തു. എന്താണെന്ന് മനസ്സിലായി എനിക്ക്. വാല് മാത്രമേ കണ്ടുള്ളൂ. ആകെ പേടിച്ച് തവിടിയായി. അതിൻ്റെ എൻഡ് വരെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കുറച്ച് ഗ്രൂപ്പ് പിള്ളേരുണ്ടായി. അപ്പോൾ 2 കാട്ടുപോത്തിൻ്റെ കാട്ടിയുടെ കൂട്ടമല്ലേ, അത് വട്ടം വെച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് വന്നത്. നല്ല ക്ലൈമറ്റ് അങ്ങോട്ട്, ഇവിടെ ക്ലൈമറ്റ് ആണല്ലേ. അപ്പോൾ പോയ കുഴപ്പം നമുക്ക് പോവാണെങ്കിൽ വർത്തായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേറെ സ്പോട്ടൊന്നുമില്ല. അതെ, ഞങ്ങൾ ലഞ്ച് നല്ലതാണെന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് രാവിലെ പോയി. കുഴപ്പമില്ല. അവിടെ ഒരു ട്രക്കിംഗ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഒരു ജീപ്പ് സഫാരി ഉണ്ട്, ലേക്ക് ഉണ്ട്. ആ റൂട്ട് വലിയ ഭംഗിയൊന്നുമില്ല കാണാൻ. എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ പോയ റൂട്ട് തിരിച്ചു വരുന്ന പ്ലാൻ ഇല്ലെങ്കിൽ അവലാഞ്ചി വഴി പോയിട്ട് മറ്റേ വഴി ഇറങ്ങി. ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ അതായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പയ്യന്മാർ പറഞ്ഞു അവിടെ ഇപ്പം KL രജിസ്ട്രേഷൻ വണ്ടിയൊന്നും വിടത്തില്ലെന്ന്. അങ്ങനെയാ ഞങ്ങൾ പ്ലാൻ മാറ്റിയേ. ഞാൻ അവലാഞ്ചി മറ്റേ ലേക്ക് വരെ പോയിട്ടാ വന്നത്. അവിടെ ഒരു ട്രക്കിംഗ് സ്പോട്ട് വരെ പോയി കുറച്ച് സ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നത്. ഓഹോ. ബ്രോ എവിടുന്നാ വരുന്നേ? ഞാൻ കൊച്ചിന്നാ? ഒറ്റയ്ക്കുള്ളൂ? ഒറ്റയ്ക്ക്. ഒന്നാമത്തെ കാര്യം ഇവിടെ വന്നിട്ടൊന്നും പ്രത്യേകിച്ച് കണ്ടില്ല. ഇവിടെ കാണാൻ വേറെ ഒന്നുമില്ല. ഈ പഴയ സാധനങ്ങളില്ല, ബൊട്ടാണിക്കൽ ഗാർഡൻ, അവിടെയൊക്കെ ഭയങ്കര തിരക്കാ, എല്ലാം ക്രൗഡഡാ. നമുക്ക് പറ്റിയ റൂട്ടല്ല. ബൈക്കിൽ വരുമ്പോ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ റൂട്ട് ഈ അതെ വേറെ റൂട്ട് ഇല്ല. അത് നോക്കി പോട്ടെ, അനിമൽസ് ഉണ്ട്, അത് കാണാൻ. ഞാൻ പോയിപ്പോ എനിക്ക് വലിയ ഒരു ചെറിയ കാട്ടുപോത്ത് മാത്രമേ ഉള്ളൂ, അതും റോഡിലുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വന്നപ്പോ നല്ല സ്പീഡിലാണ് വന്നത്. നല്ല റോഡാണ്, ചെറിയ റോഡാണെങ്കിലും. ഒരു പയ്യൻ പറഞ്ഞു ഇങ്ങനെ കൈ കാണിച്ചു സ്ലോ ആകാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കത്തിയില്ല ആദ്യം. പിന്നെ കുറച്ച് പേര് ഇങ്ങനെ മാറി നിൽക്കണ കണ്ടപ്പോൾ ഞാൻ പയ്യൻ സ്ലോ ആക്കിയ.
തൊട്ടപ്പുറത്ത് വലിയ ഗ്രൂപ്പ് ഉണ്ടായി. നേരെ ഒന്ന് കിച്ചന്ന് കയറിയാനെ. ആന ആനയല്ല, കാട്ടുപോത്ത്. കാട്ടുപോത്ത്. പോടാ പിന്നെ പറയാവുന്ന ഏറ്റവും ബെസ്റ്റ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ്. ഇവിടെ വന്നിട്ട് എനിക്ക് വേസ്റ്റ് ആയി പോകൂലേ. അതെ അതെ പുറകെ വന്നാൽ മതി. പോവാങ്കി ശരി ബ്രോ, എങ്കിൽ സേഫ് റൈഡ്. അർജുൻ ഇനി തിരിച്ച് കൊച്ചി. ആണോ? അതെ ശരി ബ്രോ, കാണാം. അത് ബേസിൽ ഇപ്പം ഞങ്ങൾ പരിചയപ്പെട്ടതാണ് കേട്ടോ. പുള്ളി എറണാകുളത്തു നിന്ന് ഇങ്ങോട്ട് റൈഡ് വന്നതാണ്. അപ്പോൾ പുള്ളിക്കാരൻ മസനഗുഡി വഴിയാണ് വന്നത്. അങ്ങോട്ട് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ലെന്നാണ് ബേസിൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കിണ്ണക്കോരയ്ക്ക് പോവാണ് കേട്ടോ. അപ്പം ഇഷ്ടംപോലെ വൈൽഡ് ആനിമൽസും ഒരു കിട്ടില്ലം വൈബുള്ള വഴിയെന്നാണ് ബേസിൽ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ അത് പോയി എക്സ്പീരിയൻസ് ചെയ്യാം. എന്തായാലും ഇവിടെ വന്നിട്ട് വലുതായിട്ടൊന്നും കാണാനും പറ്റിയില്ല, ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റിയില്ല. എനിക്ക് നമുക്ക് ആ റൂട്ടെങ്കിലും പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. 2-3 കടുവയും പുലിയൊക്കെ കണ്ട് കാട്ടുപോകത്തിൻ്റെ പുറത്തൊക്കെ കയറിയിട്ട് നമുക്ക് വീട്ടിൽ പോകാം. എന്തായാലും ബേസിലിനെ കാണാൻ പറ്റിയത് ഭാഗ്യമായി കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ ആ റൂട്ട് ഒരിക്കലും പോകത്തില്ല. ഞങ്ങൾ വന്ന വഴി തന്നെ തിരിച്ചു പോകാനുള്ള പരിപാടിയിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് പെട്രോൾ അടിക്കണം, അതുപോലെ ഫുഡും കഴിക്കണം. അതിന് വേണ്ടി പറ്റിയ 2 സ്ഥലങ്ങളും നോക്കി അതെല്ലാം ചെയ്തിട്ട് നമ്മൾ നേരെ കിണ്ണക്കോരയ്ക്ക് പോകും. നമ്മളിപ്പോൾ അവലാഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങോട്ട് 27 കിലോമീറ്റർ ഉണ്ട് നമുക്ക്. ക്യാരറ്റ് പറ്റുമെങ്കിൽ നമുക്ക് ഫ്രഷ് എന്തെങ്കിലും കിട്ടുമെങ്കിൽ വീട്ടിലോട്ട് ക്യാരറ്റും കൂടെ വാങ്ങിച്ചുകൊണ്ട് പോകാം. ഇരിക്കുമോ ഇല്ലെന്ന് അറിഞ്ഞൂടാ, എന്നാലും നമുക്കൊരു പരീക്ഷണം നടത്തി നോക്കാം. അല്ലെങ്കിൽ നമുക്ക് തന്നെ വാങ്ങിച്ച് കഴിക്കാം, അതേ നടക്കും. നമ്മൾ വന്ന വഴിയേക്കാളും എന്ത് ഭംഗിയുണ്ടല്ലേ ഈ റൂട്ട് കാണാനായിട്ട്. എവിടെ നോക്കിയാലും ലുക്കുള്ള സ്ഥലം. തേയില നോക്ക് ഗായ്സ്, ഓ മൈ ഗാഡ്. ഇത് മുത്തോരൈ എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് കേട്ടോ. സ്ഥലത്തിൻ്റെ പേരാണ് മുത്തോരൈ. ചെറിയൊരു ഗ്രാമം, അധികം കടകളോ കാര്യങ്ങളോ വീടുകളോ ഒന്നുമില്ല. ഈ വണ്ടിയുടെ ടയർ ഇരിക്കുന്നത് ഗുഡ് ഷെപ്പേർഡ് ഇൻ്റർനാഷണൽ സ്കൂളാണ് കേട്ടോ. നമ്മളെ പല സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, റോമയൊക്കെ ഉള്ള ഒരു സിനിമ ഉണ്ടല്ലോ, സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. നോട്ട്ബുക്കോ അങ്ങനെ എന്തോ ആണ് ആ സിനിമയുടെ പേര്. അവിടെ കാണിക്കുന്ന സ്കൂളാണെന്ന് തോന്നുന്നത്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്കൂളാണ്. ഏത് സിനിമയാണെന്ന് ഞാൻ മറന്നുപോയി. നമുക്ക് ഈ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് പോകാം, അല്ലെങ്കിൽ അങ്ങോട്ട് ഇനി പമ്പൊക്കെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ഫുൾ ടാങ്ക്. ഇത് കഴിഞ്ഞാൽ പിന്നെ വേറെ പമ്പ് ഇല്ലല്ലേ? അതുകൂടെ ഉള്ളൂ. അത് മറ്റെന്താ? ഓക്കെ. 804.91. നമ്മൾ ഏകദേശം 7 ലിറ്റർ 82 ml കയറിയെന്ന് തോന്നുന്നു. ഹോട്ടൽ അരുവി കണ്ടിട്ട് നല്ലൊരു ഹോട്ടലാണെന്ന് തോന്നുന്നു. ഇവിടെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ, ഇഡ്ഡലിയും സാമ്പാറും. ഇവന്മാർ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. 20 minutes later. മഴ പെയ്യാനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. ശരിയാണ് ഹോട്ടൽ. അങ്ങനെ ഫുഡെല്ലാം കൂടെ കഴിച്ച് 300 രൂപ കേട്ടോ. നല്ല ഫുഡായിരുന്നു. ഇതാണെന്ന് തോന്നുന്നു കേട്ടോ അവിടുത്തെ നേരത്തെ പെട്രോൾ പമ്പിലെ ചേച്ചി പറഞ്ഞ ലാസ്റ്റത്തെ പെട്രോൾ പമ്പ്. ഇത് കഴിഞ്ഞാൽ പിന്നെ പമ്പൊന്നുമില്ല. ആ വ്യൂ നോക്ക്. അത് കണ്ടോ, അവിടെ കുറേ ആൾക്കാർ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇത് ക്യാരറ്റ് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. അതിൻ്റെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതൊരു ചെറിയൊരു സിറ്റിയാണ് കേട്ടോ അത്. മുകളിൽ കണ്ടോ അങ്ങ്. ബീട്രൂട്ടോ? ഇതൊരു കുട്ടി ട്രാക്ടർ. നമ്മുടെ ഇടത് സൈഡിൽ കാണുന്നത് ക്യാരറ്റും അതുപോലെ തേയിലയും ഉണ്ട് കേട്ടോ, രണ്ടും ഉണ്ട്. അവിടെ മരുന്നും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് അതിന്. എൻ്റെ പൊന്നെ, ആറ് ഭംഗി നോക്ക്. ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. ഒരു ഭാഗത്ത് ചെറിയൊരു ടൗണും ഉണ്ട്. ഇവിടെ ഫുള്ള് കൃഷികളും കാര്യങ്ങളും, പിന്നെ ആ മലനിരകൾക്കിടയിലെ ആ കാഴ്ചകളും. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് നിർത്താതെ പോകുന്നത്? എനിക്ക് തോന്നുന്നു ആ ടൗണിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ നമുക്ക് ആ സൈഡിൽ കാണാൻ പറ്റുന്നത്. ദൂരെ നോക്കുമ്പോൾ ആ മലകളിലൊക്കെ ആ ഒരു ഭംഗി കണ്ടില്ലേ എൻ്റെ അമ്മേ.
നമ്മൾ പിന്നെ ഇത് എന്നൊന്നും കാണാത്തത് കൊണ്ടുള്ള ഒരു ആൻസൈറ്റിയാണ് നമുക്ക്. ഇവിടെ വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്നാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. അവന്മാരങ്ങ് വിട്ടുപോയി, ഇതാണ് പ്രശ്നം. അവന്മാരിവിടെ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും നിർത്തത്തില്ല. ഏതെങ്കിലും കാട്ടിലോ അവിടെയൊക്കെയാണ് കൊണ്ട് നിർത്തുന്നത്. എന്തായാലും കൊള്ളാം കേട്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ. നമുക്കെങ്കിൽ പോവാം, അല്ലെങ്കിൽ നമ്മൾ വഴി തെറ്റിപ്പോവും. കിണ്ണക്കവരേക്ക് ഇനി 14 കിലോമീറ്റർ ആണ് കേട്ടോ ഇവിടുന്ന് കാണിക്കുന്നത്. 14 കിലോമീറ്റർ നമ്മൾ ഇതുപോലത്തെ റോഡുകളിലായിരിക്കും പോകുന്നത്. എടാ അവിടെ ഒന്നും നിർത്താത്തെന്തിരാ? എൻ്റെ പൊന്ന്, ഇത് സ്വർഗത്തിലോ? നമ്മൾ സ്വർഗത്തിലെത്തിയ പോലെ ഉണ്ട് കേട്ടോ. ഓ വാട്ട് എ വ്യൂ മാൻ. വഴിയാണേലും സ്ഥലമാണേലും രക്ഷയില്ല കേട്ടോ. ചുറ്റിലും കയറുള്ള വഴികളും കാഴ്ചകളും. എൻ്റെ അമ്മേ, താഴെയൊക്കെ എന്തൊക്കെയോ കൃഷികളൊക്കെ ഉണ്ട്. ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം ഉണ്ട്, പച്ചക്കറികളൊക്കെ ഉണ്ട്. ദൂരെ ദൂരെ നമുക്ക് ഓരോരോ ടൗണുകൾ കാണാം. അപ്പോൾ മാപ്പ് നോക്കി പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ഊടുവഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ആണ്, ഓക്കെ, താങ്ക് യു അണ്ണേ. അണ്ണയെന്ന് താങ്ക് യു അക്കാന്ന് പറഞ്ഞേ, താങ്ക് യു അണ്ണയെന്ന്. നോക്ക് എൻ്റെ പൊന്ന്, എൻ്റെ ഒരു നല്ലൊരു ക്യാമറ ഇല്ലാതായിപ്പോയി, അല്ലെങ്കിൽ ഇതൊക്കെ നല്ല രീതിക്ക് എടുക്കുമായിരുന്നു. ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ ഗോപ്രോയിൽ കൂടെ കാണുമ്പോൾ എന്തുമാത്രം ആ ഒരു ഫീൽ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ. കിണ്ണക്കോര റൂട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഊട്ടിയിൽ നിന്ന് കിണ്ണക്കോര റൂട്ട് നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോയി നോക്കണം, സൂപ്പർ. പക്ഷെ അത് ബൈക്കിൽ തന്നെ വരണം, കാറിലല്ല. കാറിൽ വന്നാൽ നമുക്ക് ആ ഫീൽ കിട്ടത്തില്ല. ഒരു അടഞ്ഞിരിക്കുന്ന ആ ഒരു ഫീല് നമുക്കിതുവഴി വന്നിട്ട് ഒരു കാര്യമില്ല. ബൈക്കിൽ തന്നെ വരണം, ആ ഒരു കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ പോകണം. നമ്മൾ ഇറങ്ങി ആ ടൗണിലെത്താറായി. നമ്മൾ ആ സൈഡിലെ മല ഇറങ്ങി വന്ന് ഈ സൈഡിലെ മല കയറാൻ പോവാണ് കേട്ടോ. അതാണിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, ഒരു പുഴ ഒഴുകുന്നുണ്ടോ? ഇറങ്ങി കുളിക്കാൻ, ഇറങ്ങി കുളിച്ചാലോ? ഒഴുകി അങ്ങ് പോട്ടെന്നേ. ആ വാ വാ വാ. ഓ, ഇവിടെ നല്ലൊരു സ്പോട്ടുള്ളപ്പോൾ നമ്മളെന്തിനാ അവിടെ നിർത്തി നോക്കി? ആഹാ, ആ വെള്ളത്തിൻ്റെ കളർ കണ്ടോ? പച്ച കളർ വെള്ളം കേട്ടോ, ലിറ്ററലി പച്ച, നൈസ്, നല്ല ക്ലിയർ വാട്ടർ. ഇറങ്ങി കുളിച്ചാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ നമുക്ക് സമയമില്ല. നമുക്ക് ഇനി ഓടിയെത്തണം. ഓഫ്, രക്ഷയില്ല കേട്ടോ. വൺ സീൻ സ്ഥലം. എനിക്ക് നിർത്തണം എന്നുണ്ട്, പക്ഷേ എൻ്റെ പൊന്നെ നോക്ക്. ഓ, ആ പുഴ ഒഴുകി പോകുന്നുണ്ട്, നല്ല ക്ലിയർ വെള്ളം. ഞാൻ ഒറ്റയ്ക്ക് പോയി എടുത്ത് ചാടിയാലോ? ഓ മൈ ഗോഡ്, ഇതേ ഒരാളാ മലയുടെ മുകളിൽ കയറിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ആട്ടിടേനാണെന്ന് തോന്നുന്നു. ഇതുവഴി പകൽ തന്നെ പോകാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യം. ഇരുട്ടൊക്കെ ആയിരുന്നെങ്കിൽ എന്ത് കാണാനാ. നമ്മളിപ്പോൾ ലിറ്ററലി സ്വർഗത്തിലാണ് കേട്ടോ. എനിക്കൊന്നും പറയാനില്ല. ദാ അവലാഞ്ചി എന്ന് പറഞ്ഞ് ആ ഒരു ബോർഡ് കണ്ടോ അവിടെ? ഹെയർപിൻ, 6ാമത്തെ ഹെയർപിന്നാണ് ഇത്. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇറങ്ങിയല്ലേ വന്നേ. പക്ഷെ എൻ്റെ ഫോൻ്റെ ഇത് ആ ഭാഗത്ത് കാർമേഘമൊക്കെ വന്ന് മൂടി കിടക്കുന്നുണ്ടോ? മഴയാണെന്ന് തോന്നുന്നു ആ ഭാഗത്ത്. നമ്മൾ 8ാമത്തെ ഹെയർ ബെൻഡായി. ടോട്ടൽ 34 എണ്ണം ഉണ്ട്. അതിൽ 8ാമത്തെ ഹെയർ പിൻ ബെൻഡാണ് നമ്മളിപ്പോൾ ഇറങ്ങിയത്. ഗൈസ്, നമ്മളിപ്പോൾ ഇതാ ഒരു തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെയുള്ള ഒരു കോൺക്രീറ്റ് ചെയ്ത റോഡിൽ കൂടെയാണ് കേട്ടോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ച് റോഡിൽ നിന്ന് മാറിയാണ്. ഇങ്ങനെ റോഡ് കണ്ടപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയതാണ്. ക്യാരറ്റ് എല്ലാം കൂടെ വിളഞ്ഞ് നിൽക്കുന്നു.
മുകളിൽ തേയില. ഇവിടെ കുറേ ചേച്ചിമാരൊക്കെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ വമ്പം കിടക്കല. ഇടി വെട്ടുന്ന സൗണ്ട് കേൾക്കാമോ? ഓ മൈ ഗോഡ്. ആ ഭാഗത്ത് നിന്ന് നല്ല രീതിക്ക് മഴ വരുന്നുണ്ട്. ഇപ്പം നന്നായിട്ട് ഇടിയൊക്കെ വെട്ടി. എൻ്റെ അമ്മേ, അടുത്ത വ്യൂ. എൻ്റെ പൊന്നെ. നമ്മൾ ഹൊസാഹട്ടി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാപ്പൊന്നും അങ്ങനെ നോക്കുന്നില്ല, ഞങ്ങൾ ചോദിച്ചാണ് പോകുന്നത്. മാപ്പിൽ നമുക്ക് റേഞ്ച് ഇടയ്ക്ക് കട്ടാവുന്നുണ്ട്, അതുകൊണ്ട് മാപ്പിനെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കുന്നില്ല. ചോദിച്ച് പോകാമെന്ന് വിചാരിച്ചു. മുകളിൽ കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാ മുകളിൽ ദൂരെ നമുക്ക് കോടയൊക്കെ കാണാം. ഇവിടെ വന്നിട്ട് നമ്മൾ കോടമഞ്ഞ് കണ്ടില്ലെന്നുള്ള വിഷമത്തിരിക്കുമായിരുന്നു. ഇപ്പോൾ അത് അതും കണ്ടു. നല്ല രീതിക്ക് കോട ഇറങ്ങിയിട്ടുണ്ട്. കിണ്ണക്കൂറൈ 26 കിലോമീറ്റർ നമ്മളൊരു വഴിയിലോട്ട് വന്ന് കയറിയിരിക്കുകയാണ് കേട്ടോ. ത്രോട്ടിലാ? വാ. മതി. ടാറ്റാ. കേരള ഓട്ടോ. ചെറുക്കനെ തലമണ്ട അടിച്ച് പൊട്ടിക്കായിരുന്നു. പ്രവ്യ അറിയാതെ കൊടുത്തും പോയി. എൻ്റെ അപ്പം ഇത് ആ ഭാഗത്ത് മാത്രം വെയിൽ കണ്ടോ? നല്ല തണുപ്പിടെ. മുകളിലോട്ട് കോടയാ, നോക്ക്. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ. ഈ വ്യൂ കോടയൊക്കെ ഇങ്ങനെ പാറി പറന്ന് നടക്കണം കേട്ടോ ഇതുവഴിയെല്ലാം. അല്ലേ മറ്റേ അനാക്കോണ്ട സിനിമയ്ക്കകത്തൊക്കെ കാണുന്ന പോലെ കുറേ പൂക്കളും കാടും. ഇതെന്താടാ ഇത്? നല്ല പോലെ പഞ്ഞ പോലെ ഇരിക്കും. നല്ല കളറ്, പർപ്പിൾ കളറ്. പറഞ്ഞ വണ്ടിയിലോട്ട് വയ്ക്കാം. ഇതൊക്കെ അവിടെ എത്തുമ്പോൾ കാണുമോ? മലയല്ല, കാട്ടുപോത്താണ്. കാട്ടുപോത്തിനെ കണ്ടോ ഗൈസ്? അത് കാട്ടുപോത്താണ് കേട്ടോ. ആ നിൽക്കുന്ന ഒരു പാറ പോലെ നിൽക്കുന്നില്ലേ, അത് കാട്ടുപോത്താണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഒരു മരം വീഴാനായിട്ട് നിൽക്കുക കേട്ടോ. എന്താടാ പറഞ്ഞേ? ആണോ? ഇനി നമുക്ക് കിണ്ണക്കരയിലോട്ട് പോകാനുള്ള ചാൻസ് ഇല്ല. ഇന്ന് ഓർഡർ വന്നു. നമുക്കിനി പ്രൈവറ്റ്, അത് റിസർവ് ഫോറസ്റ്റ് ആണ്, നമുക്ക് കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ്
ഇത് വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പോകാനായിട്ട് ഒരു സ്കോപ്പും ഇല്ല കേട്ടോ. ഇന്ന് ഓർഡർ വന്നു, ഇനി തൊട്ട് വണ്ടികളൊന്നും അങ്ങോട്ട് വിടത്തില്ല. നമുക്കത് റിസർവ് ഫോറസ്റ്റായി, അതുകൊണ്ട് വണ്ടികളൊന്നും അങ്ങോട്ട് വിടണ്ടെന്നുള്ള ഓർഡർ വന്നെന്നാണ് അവിടുത്തെ പോലീസുകാരൻ പറഞ്ഞു. നല്ല ട്രെയിൻ കിട്ടിയില്ല, ഇന്നിതാ ഇങ്ങോട്ട് കയറാനും പറ്റുന്നില്ല, വെറുതെ ഇവിടം വരെ വന്നു. പക്ഷെ വന്ന വഴി ഒരു രക്ഷയില്ല കേട്ടോ. ഇതിൻ്റെ ഇടയിലൊക്കെ ഓരോന്ന് നിന്നാൽ പോലും അറിയത്തില്ല. വാ പോവാം, വാ. ഇനിയിപ്പോൾ മഴ കൂടും. ഗൈസ്, മഴ കിടക്കുകയാണ്, നമുക്ക് റെയിൻ കോട്ട് എടുത്തിടാം. റെയിൻ കോട്ട് ഇട്ടപ്പോൾ മഴ പോയി. റെയിൻ കോട്ടെല്ലാം കൂടെ വലിച്ചു കയറ്റിയപ്പോൾ മഴയൊക്കെ പോയി. അത് വല്ലാത്തൊരു ചീത്തായി പോയി. പക്ഷേ സാരമില്ല, ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ട് പിടിക്കാം. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടായിരുന്നു നിർത്താനൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ അവിടെയൊക്കെ പോയി ഫോട്ടോയൊക്കെ എടുത്തിട്ട് പയ്യെ നമുക്ക് പാലക്കാട് പിടിക്കാം. ശരിയാണെന്നോ, പ്രാവി തള്ളിക്കാട്. കുഴപ്പമില്ലായിരുന്നല്ലേ? ഒരു ഫ്രണ്ട് നമ്മളെ ഒരു ഊട്ടി വെച്ച് കണ്ടായിരുന്നേ, പുള്ളി പോയിട്ടാ പറഞ്ഞു ഇതിലെ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. 2 വഴിയുണ്ട്, 2 വഴിയും വിടുന്നില്ല ഇപ്പം. നേരെ കിന്നക്കോരം താഴെ അങ്ങോട്ടോ ഞങ്ങളങ്ങ് ഇറങ്ങോ. ഇതിൽ ഇത്രയും ഗ്രൂപ്പായിട്ട് കോഴിക്കോട് നിന്ന് വന്നാണ് കേട്ടോ. അവരും പെട്ടുപോയി. എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെ കേട്ടോ. വന്ന് പെട്ടുപോയവരാണ് എല്ലാവരും. ഇനിയിപ്പോൾ അങ്ങോട്ട് വിടത്തില്ലെങ്കിൽ പിന്നെ തിരിച്ചു പോകാനല്ലാതെ വേറെ ഇല്ല. It's an amazing view, man. ക്യാരറ്റ് വാങ്ങിക്കണം, ക്യാരറ്റ്. എനിക്ക് തോന്നണ அந்த കടയിൽ ഗൂഗിൾ പേ ഇருக்கு. இந்த കടയിൽ കാണാൻ ചാൻസ് ഇല്ല. அந்த ബൈക്ക് റേസൊക്കെ ഇരിക്കല്ലേ വാല. നമുക്ക് ഈ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് പോകാൻ. ഇനിയിപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ, അട്ടപ്പാടി വരെ. ഇനിയിപ്പോൾ ഒരിടത്ത് നിർത്തുന്നൊന്നുമില്ല. അതും പറ്റൂലേ? A few moments later. നീ സ്റ്റോപ്പൊന്നും വേണ്ട, നമുക്ക് ചെക്ക് പോസ്റ്റ് കഴിയുമ്പോൾ നിർത്താം. അങ്ങനെ മസിനിഗുഡിക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് 1 മണിക്കൂർ 2 മണിക്കൂർ അടുപ്പിച്ചുണ്ട്. 65 കിലോമീറ്റർ ഉണ്ട്. അവിടെ ചോദിച്ചപ്പോൾ 6 മണി വരെ എന്തായാലും ചെക്ക് പോസ്റ്റ് ഉണ്ട്. 6 മണിക്ക് മുമ്പ് നമ്മളവിടെ എത്തണം. നമുക്ക് 3 മണിയായി. ഗൈസ്, നിങ്ങൾക്ക് റെയിൻബോ കാണാൻ പറ്റുന്നുണ്ടോ? ഓ മൈ ഗോഡ്, കേട്ടോ. നല്ല സിറ്റിയിലെ വ്യൂ. ആദ്യത്തെ ഇത്രയും കളർന്ന് കാണുന്നത് ബിൽഡിങ്ങിന്റെ മുകളിൽ. ഓ, നല്ല രസമുണ്ടല്ലേ നോക്ക്. ഇത്ര തന്നെ നല്ല മഴയായിരുന്നു. നമ്മളിതാ മസിനഗുഡി എത്താറായി. ഒരു 30 കിലോമീറ്ററും കൂടി ഉണ്ട്. One eternity later. സോ ഞങ്ങളുടെ പ്ലാനുകളെല്ലാം തെറ്റി. മസിനഗുഡിയിലോട്ടിപ്പം വണ്ടികളൊന്നും വിടുന്നില്ല കേട്ടോ. എല്ലായിടത്തും പോലീസ് നിൽക്കുക. ഇല്ലെങ്കിൽ ഇനി ഗൂഡല്ലൂർ ചെന്ന് നിലമ്പൂർ വഴി വേണം നമുക്ക് പാലക്കാട് പോകാൻ. അപ്പോൾ ഞങ്ങളുടെ പ്ലാനുകളെല്ലാം ഉപേക്ഷിച്ചു. ഞങ്ങളിപ്പോൾ ഡയറക്റ്റ് ട്രിവാൻഡ്രത്തോട്ട് തിരിക്കുകയാണ് കേട്ടോ. നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഏകദേശം 520 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങളിപ്പോൾ ഹൈവേ പിടിച്ച് പോകാമെന്നാണ് വിചാരിച്ചത്. തമിഴ്നാട് ഹൈവേ ഇല്ലേ, 520 കിലോമീറ്റർ ഉണ്ട്. 12 മണിക്കൂർ. ഒന്നാമത്തെ കാര്യം, നല്ല സ്ഥലത്തോടൊന്നും ആൾക്കാരെ വിടുന്നില്ല. പിന്നെ ഇവിടെയൊക്കെ കാണാനായിട്ട് മാത്രം ഒരു കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. കണ്ടോ, ഈ ലെഫ്റ്റിലോട്ടുള്ള റൂട്ട് മസിനഗുഡി റൂട്ടാണ്, പക്ഷേ വിടത്തില്ല. അതാണ് പ്രശ്നം. ഈ റോഡിൽ എന്ത് പറ്റിയ ചേട്ടാ? ഇത് അലൗഡ് ഇല്ല. ഇത് ലോക്കൽ വെഹിക്കിൾ, ലോക്കൽ ലൈസൻസ് മാത്രമേ അലൗഡ്. ഓ,
ഓ അവിടുന്ന് ഇങ്ങോട്ട് വരാം അല്ലേ? ആ ഹാ ഹാ എഡിക്സൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മസിനഗുഡി വഴി ഊട്ടിയിലോട്ട് വരാം. അത് ഏത് ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും നമുക്ക് വരാം, കുഴപ്പമില്ല. പക്ഷേ നമുക്ക് തിരിച്ച് മസിനഗുഡി വഴി നമുക്ക് നാട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. അത് ഇവിടുത്തെ ലോക്കൽ നമ്പർ പ്ലേറ്റും ലോക്കൽ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ മസിനഗുഡി വഴി തിരിച്ചു പോകാൻ പറ്റുള്ളൂ. അത് എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ, എന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഇവിടെയുള്ള ലോക്കലോട് ചോദിച്ചപ്പം ഒരു പറഞ്ഞാണ് കേട്ടോ. ഇനി നമുക്ക് വന്ന വഴി ഫുൾ തിരിച്ചു പോയി ഊട്ടി പോകണം. അപ്പോൾ ഞങ്ങൾ ഇനി എന്തായാലും ഇങ്ങോട്ട് കയറി വന്ന വഴിയാണ് കേട്ടോ തിരിച്ചിറങ്ങുന്നത്. ഞാനൊരു ചേഞ്ച് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് വേറെ വഴി നാട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചത്. ഓരോരോ വൃത്തികെട്ട നിയമങ്ങൾ കാരണം ബാക്കിയുള്ളവർക്കാണ് അതിൻ്റെ പാട്. ഇന്നക്കോരെ ചെന്നപ്പോൾ അവിടെ ഇന്ന് തൊട്ടത് റിസർവ് ഫോറസ്റ്റ് ആണ്, അതുകൊണ്ട് ആദ്യം കയറ്റത്തില്ലെന്നും പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ അതാ മസിനഗുഡി വഴി പോകാമെന്ന് വിചാരിച്ചപ്പം അതിങ്ങനെയായി. സത്യത്തിൽ നമ്മുടെ ടൂറിസം നശിപ്പിക്കുന്നത് ഇങ്ങനത്തെ ഈ വൃത്തികെട്ട ഓരോരോ നിയമങ്ങൾ കൊണ്ടുവരുമ്പോഴാണല്ലേ. നമുക്ക് ഇനി ഭാവിയിൽ വരുമ്പോൾ നമുക്ക് എന്തായാലും മസിനഗുഡി വഴി ഊട്ടിയിലോട്ട് വരാം, അതേ നടക്കൂ. അല്ലാതെ നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാനുള്ള സ്കോപ്പൊന്നുമില്ല. എന്തായാലും നമുക്ക് കോയമ്പത്തൂർ കയറാതെ നമുക്ക് ഹൈവേ കയറാൻ ഉള്ള വഴി ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ടുണ്ട്. കുറേ റീലും വീഡിയോസ് എല്ലാം കണ്ടിട്ട് മസിനഗുഡി വഴി ഊട്ടി എന്നൊക്കെ പറഞ്ഞ് അവസാനം മസിനഗുഡിയും കണ്ടില്ല. ഊട്ടിയിലാണെങ്കിൽ കാണത്തക്ക കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്ലൈമറ്റാണ് കേട്ടോ, തണുപ്പാണ്. അയ്യോ സഹിക്കാൻ പറ്റാത്ത തണുപ്പുണ്ട്. അതൊക്കെ കൊണ്ട് ഞങ്ങൾ ഹാപ്പിയാണ്. സോ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകും. സോ ഗൈസ്, നമ്മൾ ഈ ബേക്കറിയിൽ നിന്ന് നമ്മൾ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള മറ്റേ ഊട്ടി വർക്കിയും അതുപോലെ ഊട്ടി ബിസ്ക്കറ്റും വാങ്ങിച്ചു കേട്ടോ. 500 ഗ്രാമിന് 100 രൂപയേ ഉള്ളൂ. അങ്ങനെ 200 രൂപയ്ക്ക് അത് ഓരോ 1/2 കിലോ വെച്ച് വാങ്ങിച്ചു. പിന്നെ ഇവിടുന്ന് ചായയും കടികളൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ചായ കുടിക്കാൻ വേറെ നിർത്തുണ്ടല്ലോ, ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു, കിടിലായിരുന്നു. ഊട്ടി വർക്കി കിടിലൻ സാധനമാണ് കേട്ടോ, ഒരു റസ്ക് ടൈപ്പ് ഒരു സാധനമാണ്, നല്ല ടേസ്റ്റാണത്. അങ്ങനെ നമ്മൾ ഊട്ടിയോട് ബൈ ബൈ പറഞ്ഞതാ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തിരിച്ചിറങ്ങാനുള്ള വണ്ടികൾ കൂടുതലായിരിക്കും മിക്കവാറും. സന്ധ്യ കഴിയുമ്പോഴാണ് നമുക്ക് ഊട്ടിയിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാരൊക്കെ ഏറെക്കുറെയൊക്കെ ഇറങ്ങുന്നത്. ആ കാട്ടുപോത്ത് കാട്ടുപോത്തിനെ കാണുന്നുണ്ടോ ഗൈസ്? അങ്ങനെ നമ്മൾ മലയൊക്കെ ഇറങ്ങി താഴെ വന്നു കേട്ടോ. ഇതിപ്പോൾ താഴെയുള്ളൊരു മെസ്സാണിത്, ധനം മെസ്. ഇനി എൻ്റെ വീട്ടിലോട്ട് ഞാൻ നോക്കിയപ്പോൾ 10 മണിക്കൂറുണ്ട് കേട്ടോ. ഇപ്പോഴേ ചുരമൊക്കെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും നടുവിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായി. നല്ല വേദനയുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മറ്റേ ബ്ലാക്ക് താണ്ടറിൻ്റെ അടുത്താണ് കേട്ടോ. 470 കിലോമീറ്റർ ഉണ്ട് വീട്ടിലോട്ട്. എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് എത്തുന്നു. കാരണം ഞാനൊക്കെ രാവിലെ തൊട്ട് വണ്ടി ഓടിക്കുകയാണ്. അയ്യോ, പോകുന്ന വഴിക്ക് ഏതെങ്കിലും നല്ലൊരു സ്റ്റേ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തെങ്കാശി വഴിയില്ലേ, നമ്മുടെ തെന്മല റൂട്ട്, ആ റൂട്ട് വഴി കയറി നമ്മൾ വീടെത്തും. അതാണ് എളുപ്പമുള്ള വഴി കാണിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഈ റൂട്ടിൽ ഏതെങ്കിലും നല്ലൊരു സ്റ്റേ ആണ് ഇപ്പോൾ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 3 പേർക്കും വയ്യ, നന്നായിട്ട് ബോഡി പെയിൻ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എവിടെയെങ്കിലും സ്റ്റേ തപ്പിയെടുക്കട്ടെ. ഇപ്പം നമുക്ക് തണുപ്പൊന്നുമില്ല, നോർമലൊരു ക്ലൈമറ്റാണ്. ചൂടുമല്ല തണുപ്പല്ലാത്തൊരു ക്ലൈമറ്റ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇപ്പോൾ ഒരു 10 മണി വരെ വണ്ടി ഓടിക്കാനുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് എവിടെയാണോ എത്തുന്നത് അവിടുന്ന് ഒരു സ്റ്റേ എടുക്കാമെന്നുള്ള മൈൻഡിലാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. നമുക്ക് ഹൈവേ കയറിയിട്ട് റൂം എടുക്കാം. അതാകുമ്പോൾ നമുക്ക് രാവിലെ എണീറ്റ് പോകാൻ എളുപ്പം അതായിരിക്കും. നമ്മളിപ്പോൾ കോയമ്പത്തൂർ ടച്ച് ചെയ്യുന്നില്ല. കോയമ്പത്തൂർ ഔട്ടറിൽ കൂടെ നമ്മൾ നേരെ ഹൈവേ ചെന്ന് കയറും. അവിടുന്ന് ഒറ്റ വിടലാണ്. സോ ഗായ്സ്, നമ്മളങ്ങനെ നമ്മുടെ ഹൈവേയിലോട്ട് വന്ന് കയറിയിരിക്കുകയാണ് കേട്ടോ. അയ്യോ, കുറേ നേരമായി. കുറേ ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെയും ലോറിയുടെ പുറകെ കൂടെയും പൊടിയും മണ്ണും ചെളിയും എൻ്റെ പൊന്നും ഒന്നും പറയണ്ട. ഇപ്പോഴാണ് ഒരു ഫ്രീ ആയത്. രാത്രി ആയതുകൊണ്ട് ലോറികളുടെ എണ്ണം ഭയങ്കര കൂടുതലാണ് കേട്ടോ. അയ്യോ, എല്ലാ ടൈപ്പ് ലോറികളും ഉണ്ട്. ഇതുപോലെ പുക തുപ്പി പോകുക.
അങ്ങനെ ഓടിച്ച് ഒരു പരിവായി ഗായ്സിൻ്റെ പൊന്നെ. ഇവിടെ റൂം കിട്ടുമോ നോക്കാം. എങ്കിൽ നമുക്ക് ഇന്ന് ഇവിടെ സ്റ്റേ അടിച്ചിട്ട് നാളെ തിരിച്ച് നാട്ടിലോട്ട് പോകാം. ആ നമ്പറിലൊന്ന് വിളിച്ചേടാ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ആര്യാസി എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് റൂം എല്ലാം നോക്കാം. എനിക്കിനി ഒട്ടും വയ്യ ഇവിടെ നനങ്ങാൻ. ഇവിടെ ആണെങ്കിൽ ഒരു പൂരത്തിനുള്ള ആളും ഉണ്ട്. ഇനി ഏത് സമയത്ത് സീറ്റ് കിട്ടാനാണോ? നിങ്ങൾക്കൊക്കെ വീട്ടിൽ വല്ലതും ഉണ്ടാക്കിക്കൂടെ? ശല്യങ്ങൾ. 20 minutes later. അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു ലോഡ്ജ് എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടു. അപ്പോൾ അവിടെ കയറി റേറ്റ് എത്രയാവുമെന്ന് ചോദിക്കാം. DK മഹൽ. அண்ணா ரூம் இருக்கா? ഞങ്ങൾ ഊട്ടി, തിരുവനന്തപുരം, കേരള. போகிறேங்க. டூர் முடிச்சுட்டு நாட்டுக்கு போகிறக்கு போயிட்டே இருக்கு. ஓகே அண்ணா. மார்னிங் காலை 10 மணியா அந்த ടൈം? ഓക്കെ. ഞാൻ അങ്ങനെ ചെയ്യൂ? ദൈവനെ കുടി ഇവൻ കൊള്ളാം. എന്നെ രാത്രിക്ക് ഒരു പൊടി. അതെ. പേരച്ചൂട്ടിന് എണ്ണയൊക്കെ വാങ്ങിട്ട് വരും. பெட் இருக்கும் அதை முதல்ல பாருங்க. அதை பார்த்துட்டு கீழே டபுள் காட் பார்த்துக்கோங்க. ஓகேண்ணா. டபுள் காட்டில் 2 பேருக்கும் படுக்க முடியும். ஓஹோ. டாய்லெட் பாத்ரூம். ഇത് ധാരാളം അല്ലേ? ഇത് ഓക്കെ അണ്ണാ, ഇത് പെർഫെക്റ്റ്. இது 1800 ரூபா வரும். புரியுதுங்களா? காலையில் எனக்கு 9:30 சாய் கொடுத்தீங்கன்னா ஒரு 150 ரூபா குறைச்சாங்க. 1600 பண்ணிடுவாங்க. 50 எதுக்கு? 1600 லாஸ், அவ்வளோதான். 1600. 1600க்கு தானே 150 குறைக்கிறே. 1800க்கு 150 200 குறைச்சாச்சு. ഓ. டீசல் ரெண்ட் 1800. 1600. അപ്പോൾ 1600 160. ഓക്കെ അണ്ണാ, പെർഫെക്റ്റ്. ഡൺ ഡീൽ. குடிக்க தண்ணி மட்டும் வாங்கிக்கோங்க. சுடு தண்ணி உள்ளே வரும். ഹീറ്റർ இருக்கா? ഓക്കെ. இந்த ஏசி ஒர்க்கு பண்ணா? ரிமோட் இருக்கா? ஓகே. ஆனால் எங்களுக்கு கேரளா கஸ்டமர் தான் அதிகம். நிற்கிற வண்டிங்களா எல்லாம் கேஎல் தான் நிறைய. ரெகுலர் கஸ்டமர். நாங்கள் அந்த கடையில் சாப்பிட்டோம். ஆரியாஸ் இல்லையா? ஆரியாஸ் சாப்பாடு நல்ல சாப்பாடு. அது நீட்டாக 1600. 1600 200 குறைச்சிட்டோம். 1800 200 லெஸ் உங்களுக்கு வேண்டி. ஏன்னா இங்கே இருக்கிற எல்லா வண்டியும் பாருங்கள் கேஎல் தான் அதிகமாக இருக்கும். கேரளா கஸ்டமர் தான் எங்களுக்கு அதிகம். சரி, എന്താ போயிட்டு എല്ലാവരും വേണമാ? ஓ. இது ஃபோன்லேருந்து தான் ஓட்டுறோம். அல்லையா அப்பூப்பனாയിട്ട് போட்டு வரட்டேன். நீ இங்கே வாடா திருமாண்டி.